കിച്ചു സുധിക്കെതിരെ ലേറ്റസ്റ്റ് ആയിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ ഈ ഒരു കിച്ചു ഇടുന്ന വീഡിയോസിന് താഴെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ കിച്ചുവിന് കമൻസൊക്കെ വരുന്നതിന് രേണു ഇട്ടൊരു കമൻ്റാണ് ഇതിന് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രേണുവും കിച്ചുവിൻ്റെയും തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇവർ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരുപാട് ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇപ്പം ഈ ഒരു സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കിച്ചുവിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു രേണുവിൻ്റെ കമൻറ്റും അതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. സോ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു രേണുവും കിച്ചുവും തമ്മിലുള്ള പ്രശ്നമൊക്കെ തുടങ്ങുന്ന കുറേ നാളുകൾക്ക് മുമ്പാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചു ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഓൺലൈനായിട്ട് ക്ലോത്താണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ലേറ്റസ്റ്റായിട്ട് ആപ്പൊക്കെ പോലെ എന്തോ റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കളക്ടറൊക്കെ വന്ന് പങ്കെടുത്ത് അങ്ങനെയാണ് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കിച്ചു നല്ല രീതിയിൽ വരുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് കിച്ചുവിൻ്റെ അച്ഛനായിട്ടുള്ള സുധിയുടെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചുവിന് ഒരുപാട് സന്തോഷമുണ്ടെന്ന് കിച്ചു തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് രേണു സുധി ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമൻറ്റ് ഇടാൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേയധികം പേര് ഈ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഈ ഒരു കിച്ചുവിൻ്റെ കൂടെയുണ്ട്. ഇപ്പം അച്ഛൻ്റെ സഹോദരനുണ്ട്, അവരുടെ ഫാമിലി എല്ലാം ഉണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഈ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, കളക്ടറൊക്കെ വന്നിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ഒരാളുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഇല്ല, ആ ഒരു വ്യക്തി നീ മറന്നു കളഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. കിച്ചു ഇത്ര നന്ദി ഇല്ലാത്ത ഒരാളാണോ? കാരണം രേണു ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാറൊക്കെ എടുത്ത സമയത്ത് രേണു കാറൊക്കെ ഓടിക്കാൻ കീ വരെ തന്നിട്ടുണ്ടായിരുന്നത് കിച്ചുവിൻ്റെ കയ്യിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള രേണു അത്രയ്ക്കും സ്നേഹിച്ച ഒരു വ്യക്തിയാണ് കിച്ചു. എന്നിട്ട് ഇതുപോലുള്ളൊരു സമയത്തുണ്ടെങ്കിൽ കിച്ചു ചെയ്തത് എന്താണ്? ആ ഒരു രേണുവിനെ ഒന്ന് വിളിച്ചു പറയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോലും ചെയ്ത് കാണുമെന്ന് തോന്നില്ല. ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. പല രീതിയിൽ കുറേയധികം പേര് രേണുവിനെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുകൂടെ എന്നുള്ള രീതിയിൽ സാധാരണ സംസാരിക്കുകയുണ്ടായിരുന്നു, കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റു ചിലർ വളരെ മോശമായിട്ട് കിച്ചുവിനെതിരെയൊക്കെ കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ നന്ദി കെട്ടവനാണ് എന്നുള്ള രീതിയിലടക്കം കിച്ചുവിനെയൊക്കെ കമൻറ്റിൽ വന്നിട്ട് തെറി അടക്കം പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് കുറേയധികം പേര് ഈ ഒരു ടോപ്പിക് എടുത്ത് വീഡിയോസ് ചെയ്തപ്പം ഈ ഒരു ആൾക്കാർ പറയുന്ന അതേ ടോപ്പിക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണുവിനെ കൂടി വിളിക്കായിരുന്നു. ഇത്രയും വയസ്സ്, ഏകദേശം 8 വയസ്സോ 11 വയസ്സോ തൊട്ട് നോക്കിയതാണ്. അപ്പോൾ ആ ഒരു അമ്മയെപ്പോലുള്ള കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്, സ്വന്തം അമ്മയിൽ എന്നാൽ പോലും അമ്മയെപ്പോലെ നോക്കിയ ഒരാളല്ലേ, അങ്ങനെ ഒരാളെ വിളിച്ചുകൂടായിരുന്നു എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് രേണു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ കാറ് വാങ്ങിച്ച സമയത്ത് പോലും അവനാണ് ആദ്യമേ ചാവി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 11 വയസ്സ് തൊട്ട് ഞാൻ അവനെ നോക്കിയിട്ടുള്ളതാണ്. ഞാൻ ആരുടെയും പിറകെ ഒന്നും പോകുന്നില്ല, എനിക്കെൻ്റെ ഋതപ്പനുണ്ട്, പിന്നെ നല്ല രീതിയിലെല്ലാം വരട്ടെ എന്നുള്ളൊരു കാര്യം, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കാര്യം കൂടി രേണു കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമൻറ്റ് വന്നതോടെയാണ് കൂടുതൽ കിച്ചുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ ഒരു രേണു ഈ ഒരു കമൻറ്റ് ഇട്ടതോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ആ ഒരു രേണുവിന് വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കിച്ചുവിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടെന്ന്. എന്തുമാത്രം നല്ല രീതിയിലാണ് കിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. കിച്ചു ഉണ്ടെങ്കിൽ ഈ ഒരു രേണുവിനെതിരെയൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു രേണു കിച്ചുവിനെ എപ്പോഴും സ്വന്തം മോനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പും നീ ഉണ്ടെങ്കിൽ രേണുവിനെ വേദനിപ്പിച്ചു, ഇപ്പോഴും നീ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കിച്ചുവിനെതിരെ കമൻസ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു രേണു കമൻ്റ് ഇട്ടതോടി അത് അധികമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ കുറേയധികം പേർക്കെങ്കിലും തോന്നി ഇതിനു മുമ്പ് എപ്പോഴായിരിക്കാം ഇനി കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ ഇതേ കണക്ക് വേദനിപ്പിച്ചതെന്നുള്ള രീതിയിൽ. അത് ഇപ്പം രേണുവിൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കും. രേണുവിനിപ്പം ക്യാൻസർ ആണെന്നുള്ളത് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ്. രേണു തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് എനിക്ക് ക്യാൻസറാണ് എന്നുള്ളൊരു കാര്യം. ഞാനുണ്ടെങ്കിൽ ഇത് മറച്ചു വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത് കുറേയധികം ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഞാൻ ആദ്യമേ പോയി ചെക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് പുറത്തുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം ആൾക്കാർ എന്തായാലും അറിയാം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തുറന്ന് പറഞ്ഞതെന്നുള്ളൊരു കാര്യം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും പ്രാർത്ഥനയൊക്കെ വേണമെന്നും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് കുറേയധികം പേര് ഈ ഒരു കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോയി രേണുവിനെ കാണണം എന്നുള്ളൊരു കാര്യം. അതിനു മുമ്പാണ് ഈ ഒരു കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, രേണു ഉണ്ടെങ്കിൽ അച്ഛൻ്റെ മരണശേഷം എന്നെ നോക്കിയിട്ടൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു വലിയ ബോണ്ടോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ കാണുന്ന കണക്കല്ല എന്നുള്ള രീതിയിലൊക്കെ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു കിച്ചുവും രേണുവും തമ്മിൽ സംസാരിക്കുന്നത് തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് രേണുവിനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു ക്യാൻസറാണെന്ന് രേണു പറയുന്നത്. പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു കിച്ചുവിന് കമൻസിൽ പോയിട്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, ഇനി നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊന്നും വെക്കരുത്, ഈ ഒരു സമയത്ത് നീ ഉണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ഉണ്ടാവണം, അതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കമൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോലും ആദ്യമേ ഉണ്ടെങ്കിൽ കിച്ചു ഇതിനൊന്നും മറുപടിയോ അല്ലെങ്കിൽ പോയി കാണുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു രേണു തന്നെ പല വീഡിയോസിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നെ കാണാൻ കുറേയധികം പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഈ സമയത്ത് എന്നെ വന്ന് കണ്ടതിന്, എന്നെ ആശ്വസിപ്പിച്ചതിന്. പക്ഷേ ഞാനുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് നോക്കി എൻ്റെ മോൻ എന്നെ വന്ന് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ രേണു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കിച്ചുവിനെതിരെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കിച്ചുവിന് നെഗറ്റീവ് കമൻസ് വന്നതോടെ കിച്ചു ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മെയിനായിട്ട് ഈ ഒരു രേണുവായിട്ട് പിരിയാനുണ്ടായ കാരണം എന്നൊക്കെ പറഞ്ഞ് ഈ രേണു സബ്സ്ക്രിപ്ഷൻ പോലെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് പറഞ്ഞ് ഇത് കണക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. ആ സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല എന്നുള്ള രീതിയിൽ കൂടി കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം രേണുവിന് നെഗറ്റീവ് കമൻറ്റ്സ് വന്ന്, ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ ഇത് ചെയ്യല്ലേ എന്ന്, അതുകൊണ്ടല്ലേ കിച്ചു ഇപ്പം വന്ന് കാണാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവനും കൂടെ അനുവാദം തന്നതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇത്ര രൂപയാണ് ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു ജോയിൻ ചെയ്യുന്നതിനെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതാണ്. എന്നിട്ട് ഇപ്പോഴും അവനത് മാറ്റി പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ രേണുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് കുറേയധികം പേരിടുന്നുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രേണുവിന് ഈ സമയത്ത് ക്യാൻസർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കിച്ചു ഇതേ കണക്ക് ഈ ഒരു ആപ്പൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇനാഗ്രേഷനൊക്കെ നടത്തുന്നു. ആ ഒരു സമയത്ത് രേണുവിനെ വിളിക്കാഞ്ഞത് കഷ്ടമായി പോയോയെന്ന് ചോദിച്ചാൽ ഓക്കെ, കഷ്ടമായെന്ന് തന്നെ പറയാം. കാരണം എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു രേണു കിച്ചുവിനെ നോക്കിയിട്ടുണ്ട്, അതിലൊരു മാറ്റമൊന്നുമില്ല. ചിലപ്പം കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് കാണത്തില്ല, സ്വന്തം മോനെ പോലെ നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല, അത് സത്യമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് കിച്ചുവിന് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കെയറിങ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കാരണം രേണു വന്ന് തന്നെ ഒരു കമൻറ്റ് ഇടണമെങ്കിൽ എന്തുമാത്രം വിഷമം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം കിച്ചു കുറച്ച് കാര്യം കൂടി ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് അതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് യോജിക്കാൻ പറ്റിയെന്നും വരത്തില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നിയത് നമുക്ക് ഈ ഒരു സമയത്തെങ്കിലും കുറച്ച് അവർ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു ഹൃദയത്തിൻ്റെങ്കിലും കാര്യം ഓർത്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് രേണുവിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, രേണു ഇതേണൊക്കെ ഓരോ വീഡിയോസിനും താഴെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത് അത് രേണുവിന് തന്നെ ഹേറ്റ് കൂട്ടത്തേ ഉള്ളൂ. കാരണം കിച്ചുവിനെതിരെ ഇടുന്ന കമൻറ്റ് പോലെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഇടുമ്പോഴത്തേന് ആൾക്കാർക്ക് രേണുവിനോട് പിന്നെ ദേഷ്യം കൂടും. കാരണം ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുമ്പോൾ കിച്ചുവിനുള്ള ഒരു ഹേറ്റ് കൂട്ടുവാണ് രേണു എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് തോന്നും. അത് ചെയ്യാതിരിക്കുക.
രേണുവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് സംസാരിക്കുക. ഇപ്പം മോനെ പോലെ തന്നെയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് മോനെ വിളിച്ച് സംസാരിക്കാതിരിക്കണം എന്നുണ്ടോ? വിളിച്ച് സംസാരിക്കുക. അതിന് പകരം ഈ കമൻ്റ് ഇടുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതിനോട് ഞാൻ തീരെ യോജിക്കുന്ന ഒരാളല്ല. എന്തെന്ന് പറഞ്ഞാലും